നമസ്കാരം. പോലീസ് പെട്രോളിലേക്ക് സ്വാഗതം. സ്വന്തമായി ബ്യൂട്ടി പാർലർ തുടങ്ങി അധ്വാനിച്ച് ജീവിച്ചിരുന്ന ഒരു വീട്ടമ്മ കുടുംബത്തിന് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ അത് മറികടക്കാൻ ഇറ്റലിയിൽ ജോലി തേടി പോകാൻ അവർ തീരുമാനിച്ചു. ജോലി തരപ്പെടുത്താനും വിസയ്ക്കുമൊക്കെയായി നെട്ടോട്ടമോടി. എന്നാൽ സ്വന്തക്കാരെന്ന് അവർ തെറ്റിദ്ധരിച്ചിരുന്ന ചിലർക്ക് അതൊന്നും അത്ര ദഹിച്ചില്ല. ആ യാത്ര മുടക്കാൻ അവർ നടത്തിയ ശ്രമം കലാശിച്ചത് കേരളം കണ്ട ഏറ്റവും വലിയ വ്യാജ ലഹരി കേസിലാണ്. പറഞ്ഞു വരുന്നത് തൃശൂർ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെക്കുറിച്ചാണ്. ചെയ്യാത്ത തെറ്റിന് 72 ദിവസമാണ് ഈ വീട്ടമ്മ ജയിലിൽ കിടക്കേണ്ടി വന്നത്. കേസിൽ ഇപ്പോൾ ഷീലയുടെ മരുമകളുടെ സഹോദരി ലിവിയ ജോസ് മുംബൈയിൽ നിന്ന് പിടിയിലായിരിക്കുന്നു. ഇതോടെ ഷീലയെ കുടുക്കാൻ നടന്ന ശ്രമം, അതിന് വേണ്ടി നടന്ന ഗൂഢാലോചന, ഇതൊക്കെ പൂർണ്ണമായി പുറത്തു കൊണ്ടുവരാനാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പെട്രോളിൽ ഇന്നാദ്യം. തൃശൂർ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവം നമ്മളെയൊക്കെ, ഈ കേരളത്തെ ആകെ ഞെട്ടിച്ചതാണ്. ഈ കേസിൽ ബന്ധു ലിവിയ ജോസ് കസ്റ്റഡിയിലായി. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയാണ് ലിവിയ ജോസ്. ദുബായിൽ നിന്ന് മുംബൈയിൽ വിമാനമിറങ്ങിയപ്പോഴാണ് ലിവിയ പിടിയിലായത്. അറസ്റ്റിൽ സന്തോഷമുണ്ടെന്നും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഷീല സണ്ണി പ്രതികരിച്ചു. ലിവിയെ ചോദ്യം ചെയ്യുന്നതോടെ ഈ കേസിൽ കൂടുതൽ പേർ പ്രതികളാകാൻ സാധ്യതയുണ്ട്. ബംഗളൂരുവിൽ സ്വകാര്യ സ്ഥാപനത്തിലായിരുന്നു ലിവിയ മുമ്പ് ജോലി ചെയ്തിരുന്നത്. സഹോദരിയുടെ ഭർത്താവിന്റെ അമ്മയായ ഷീല സണ്ണിയെ കൊടുക്കാൻ വ്യാജ ലഹരി കേസിൽ പ്രതിയാക്കുകയായിരുന്നു ലിവിയ എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ദുബായിലേക്ക് കടന്നുകളഞ്ഞു. കേസിലെ ഒന്നാം പ്രതിയായ തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസിനെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. ഇയാൾ നിലവിൽ റിമാൻഡിലാണ്. നാരായണദാസ് അറസ്റ്റിലായതിന് പിന്നാലെയാണ് ലിവിയയുടെ പങ്ക് തെളിയുന്നത്. പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും ലിവിയയുടെ പേരുണ്ട്. ദുബായിലേക്ക് കടന്നതിന് പിന്നാലെ പോലീസ് ലിവിയയ്ക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ദുബായിൽ നിന്നും മുംബൈയിൽ വിമാനമിറങ്ങിയപ്പോഴാണ് യുവതിയെ കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ശനിയാഴ്ച കേരളത്തിലെത്തിക്കുമെന്നാണ് വിവരം. ലിവിയയുടെ നിർദ്ദേശപ്രകാരമാണ് ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ LED സ്റ്റാമ്പ് വച്ചതെന്നാണ് നാരായണദാസ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ലിവിയയുടെ സുഹൃത്താണ് ഇയാൾ. വ്യക്തിവൈരാഗ്യമാണ് ഷീല സണ്ണിയെ കൊടുക്കാൻ ശ്രമിച്ചതിന് കാരണമെന്നാണ് നാരായണദാസിന്റെ മൊഴി. 2023 ഫെബ്രുവരി 27-നാണ് ലഹരിമരുന്ന് കൈവശം വെച്ചതിന് ഷീല സണ്ണിയെ എക്സൈസ് സംഘം പിടികൂടിയത്. ഇന്റർനെറ്റ് കോളിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. എന്നാൽ വ്യാജ LED സ്റ്റാമ്പുകളാണ് പിടികൂടിയതെന്ന് പിന്നീട് ശാസ്ത്രീയ പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ 72 ദിവസമാണ് ഷീല ജയിലിൽ കഴിഞ്ഞത്. സംഭവത്തിൽ എക്സൈസിന് വ്യാജ വിവരം നൽകിയത് നാരായണദാസ് ആണെന്ന് കണ്ടെത്തിയതോടെ നാരായണദാസിനെ കേസിൽ പ്രതി ചേർത്തിരുന്നു. അതിനിടെ കേസ് പോലീസിന് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു. മരുമകളുടെ സ്വർണം പണയം വെച്ചതുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾക്കിടയിൽ തർക്കമുണ്ടായിരുന്നു. കടങ്ങൾ വീട്ടാനായി ഷീല സണ്ണി ഇറ്റലിയിലേക്ക് പോകാൻ ശ്രമം നടത്തിയപ്പോൾ സ്വർണത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകാതെ പോകുന്നതിൽ മരുമകളുടെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു. തുടർന്ന് ഷീലയുടെ യാത്ര മുടക്കാൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് ലഹരിക്കേസ് എന്നതാണ് വിവരം. ബംഗളൂരുവിൽ വെച്ച് ആഫ്രിക്കക്കാരിൽ നിന്നും യഥാർത്ഥത്തിലുള്ളതാണെന്ന് കരുതിയാണ് പ്രതികൾ LED സ്റ്റാമ്പുകൾ വാങ്ങിയതും ഷീലയുടെ ബാഗിൽ വെച്ചതും. തന്നെ കേസിൽ കൊടുക്കാൻ മാത്രം ശത്രുതയുള്ള മറ്റാരുമില്ലെന്നും ജീവിതം തന്നെ തകർന്ന സംഭവത്തിൽ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഷീല സണ്ണി പ്രതികരിച്ചു. ഈ ഒരു പ്രശ്നം കാരണം എൻ്റെ ജീവിതത്തിൽ എത്ര വിഷമമായ കാലഘട്ടങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞു പോയി.
എനിക്ക് ഉണ്ടായ എൻ്റെ സ്ഥാപനം നഷ്ടമായി. എനിക്ക് എന്നെക്കുറിച്ചുള്ള കുറേ അപവാദങ്ങൾ കുറേ പേര് പറഞ്ഞുണ്ടാക്കി. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. എൻ്റെ കുടുംബം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായെങ്കിലും ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അന്വേഷണ സംഘം എനിക്ക് നീതി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിമേൽ ഇങ്ങനെ ആരും ഒരു ഇങ്ങനത്തെ ചതി ആർക്കും പറ്റാതിരിക്കട്ടെ, അതാണ് എൻ്റെ പ്രാർത്ഥന. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ലിവിയെ ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് പോലീസ് കരുതുന്നു. കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പെൺകുട്ടികൾക്ക് സ്വന്തം വീടുകളിൽ പോലും സുരക്ഷയില്ലാത്ത ഒരു ദുരവസ്ഥയിലേക്കാണോ നമ്മൾ പോകുന്നത്? പല വാർത്തകളും കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു സംശയം നമുക്ക് തോന്നാം. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നിന്നുള്ള ഒരു വാർത്ത അതുപോലെയുള്ളതാണ്, ഏറെ ഞെട്ടലുണ്ടാക്കുന്നത്. ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ബന്ധുക്കൾ 3 വർഷത്തോളം ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി. 70ഉം 48ഉം വയസ്സുള്ള പ്രതികളെ പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പെൺകുട്ടിയാണ് പീഡനത്തിനിരയായത്. പ്രതികളിൽ ഒരാൾക്ക് 70 വയസ്സും മറ്റൊരാൾക്ക് 48 വയസ്സുമാണ്. 2019 മുതൽ 2022 വരെയുള്ള കാലയളവിൽ ഇരുവരും കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് കുട്ടി. ലഹരി, ഡിജിറ്റൽ അച്ചടക്കം തുടങ്ങി വിവിധ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് സ്കൂളിൽ നടന്ന 2 ആഴ്ചത്തെ ബോധവൽക്കരണ പരിപാടിക്കും കൗൺസിലിംഗിനും ഇടയിലാണ് പെൺകുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത്. തുടർന്ന് സ്കൂൾ അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 2 പ്രതികളെയും ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. കാഞ്ഞങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു. കേസിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 തൃക്കരിപ്പൂർ. വടക്കേയറ്റത്തെ കാസർഗോഡായാലും തെക്കേയറ്റത്തെ പാറശാലയായാലും കുട്ടികളുടെ കാര്യത്തിൽ സുരക്ഷിതത്വം എന്നത് ദൂരേക്ക് പോവുകയാണ്. പാറശാലയിൽ 5 വയസ്സുകാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ പിതാവ് പിടിയിലായിരിക്കുന്നു. ശിശുക്ഷേമ സമിതിയിൽ നിന്ന് ദത്തെടുത്ത കുഞ്ഞിനെയാണ് 52കാരൻ ലൈംഗികമായി ചൂഷണം ചെയ്തത്. ഭാര്യയുമായി കുടുംബ പ്രശ്നങ്ങൾ നിലവിലുള്ളതിനാൽ പരാതി കിട്ടിയപ്പോൾ അത് കെട്ടിച്ചമച്ചതാണോ എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. എന്നാൽ വിശദമായ അന്വേഷണത്തിൽ ലൈംഗിക ചൂഷണം പോലീസ് സ്ഥിരീകരിക്കുകയാണ്. അഞ്ചു വയസ്സുകാരി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സംശയം തോന്നിയ അമ്മ കുട്ടിയുമായി തിരുവനന്തപുരം SAT ആശുപത്രിയിലെ ഡോക്ടറെ സമീപിക്കുകയായിരുന്നു. ഡോക്ടറുടെ പരിശോധനയിൽ പീഡനം സ്ഥിരീകരിച്ചു. തുടർന്നാണ് അമ്മ പാറശാല പോലീസിൽ പരാതി നൽകിയത്. കുട്ടിയുടെ മൊഴിയെടുത്ത ശേഷമാണ് പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഭാര്യയുമായി ചില കുടുംബ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. അതിനാൽ പരാതി ലഭിച്ചപ്പോൾ കെട്ടിച്ചമച്ചതാണോ എന്ന് പോലീസ് സംശയിച്ചു. തുടർന്ന് വിശദമായി നടത്തിയ അന്വേഷണത്തിൽ പീഡനം സ്ഥിരീകരിക്കുകയായിരുന്നെന്ന് പാറശാല CI വ്യക്തമാക്കി. നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. 9 വർഷക്കാലമായി
ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്നിടത്ത് ഒളിക്യാമറ വെച്ചതിന് അറസ്റ്റിലായ പോലീസുകാരൻ വനിതാ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലും ഒളിക്യാമറ വെച്ചതായി കണ്ടെത്തൽ. ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ദൃശ്യങ്ങൾ അയച്ചതോടെയാണ് CPO മുണ്ടക്കയം സ്വദേശി വൈശാഖ് പിടിയിലായത്. സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. വൈശാഖിനെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണമെന്ന ആവശ്യം വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. സ്റ്റേഷനിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശ്രമ മുറിക്ക് പുറമെ അവരുടെ ക്വാർട്ടേഴ്സിലെ റെസ്റ്റ് റൂമിലും വൈശാഖ് ഒളിക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയതായാണ് കണ്ടെത്തൽ. സിവിൽ പോലീസ് ഓഫീസർ മുണ്ടക്കയം കോരുത്തോട് സ്വദേശി 36-കാരനായ K വൈശാഖിനെ കഴിഞ്ഞ ദിവസം ഇടുക്കി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പകർത്തിയ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇവർ പരാതി നൽകിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ജൂൺ 10-നാണ് ഉദ്യോഗസ്ഥയുടെ ഫോണിലേക്ക് വാട്സാപ്പ് വഴി വൈശാഖ് വീഡിയോയും ഫോട്ടോയും അയച്ചു കൊടുത്തത്. തന്റെ താല്പര്യത്തിന് വഴങ്ങണമെന്ന തരത്തിൽ ഭീഷണി സന്ദേശവും ഇതിനൊപ്പം ഉണ്ടായിരുന്നു. ദൃശ്യങ്ങൾ പിന്നീട് വൈശാഖ് തന്നെ ഡിലീറ്റ് ചെയ്തു. ഉദ്യോഗസ്ഥ ഇടുക്കി വനിതാ സെല്ലിൽ പരാതി നൽകിയതിനു പുറമെ ജില്ലാ പോലീസ് മേധാവിയോട് നേരിട്ടും പരാതി പറഞ്ഞതോടെയാണ് സൈബർ ക്രൈം പോലീസ് വൈശാഖിനെ അറസ്റ്റ് ചെയ്തത്. മാസങ്ങൾക്ക് മുമ്പ് ആരുമില്ലാത്ത സമയത്താണ് വൈശാഖ് സ്റ്റേഷനിലെ വിശ്രമമുറിയുടെ ഒരു വശത്ത് ചെറിയ ഒളിക്യാമറ വെച്ചത്. പരാതിക്കാരിയെയാണ് പ്രധാനമായും ഇയാൾ ലക്ഷ്യം വെച്ചതെന്നാണ് സൂചന. എന്നാൽ മറ്റു ചിലരുടെയും ദൃശ്യങ്ങൾ പകർത്തിയതായി വ്യക്തമായിട്ടുണ്ട്. വൈശാഖിന്റെ ഫോൺ സൈബർ പോലീസ് പിടിച്ചെടുത്തിരുന്നു. ചില ദൃശ്യങ്ങൾ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമറ ഇയാൾ പിന്നീട് വിശ്രമമുറിയിൽ നിന്ന് മാറ്റിയിരുന്നു. അന്വേഷണ സംഘം ഈ ക്യാമറ കണ്ടെടുത്തതായാണ് സൂചന. ഫോൺ, ക്യാമറ, പെൻഡ്രൈവ് എന്നിവയുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. ഇതിനായി സൈബർ ഫോറൻസിക് വിഭാഗത്തിന്റെ സഹായം തേടിയിട്ടുണ്ട്. പ്രതി റിമാൻഡിലാണ്. അതേസമയം വൈശാഖിനെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ന്യൂസ് 18 ഇടുക്കി. ഒരിടത്ത് സഹപ്രവർത്തകരായ സ്ത്രീകളുടെ ദൃശ്യങ്ങൾ പകർത്താൻ ഒളിക്യാമറ വെച്ച വണ്ടിപ്പെരിയാറിലെ വൈശാഖിനെ പോലെയുള്ളവർ. അവർ സേനയ്ക്ക് നാണക്കേടാണെങ്കിൽ ഏറെ വെല്ലുവിളികൾ സഹിച്ച് ക്രമസമാധാന പാലനം നടത്തുന്നവരാണ് ബഹുഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥരും. കൊല്ലത്ത് ഒരു പ്രതിയെ പിടിക്കാനായി എത്തിയ പോലീസുകാരെ പട്ടിയെ വിട്ട് കടുപ്പിച്ചു എന്നതാണ് അടുത്ത വാർത്ത. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ കൂടുതൽ പോലീസുകാരെത്തി അതിസാഹസികമായാണ് കീഴ്പ്പെടുത്തിയത്. കൊല്ലം കുണ്ടറ സ്റ്റേഷനിലെ SI സച്ചിൻ ലാൽ, CPO ശ്രീജിത്ത് എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി നെല്ലിമുക്കിലുണ്ടായ അടിപിടി കേസിൽ ജിജേഷ് എന്നയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് SI സച്ചിനും സംഘവും എത്തിയത്. പടപ്പക്കര സ്വദേശി ജിജേഷിനെ പിടികൂടാൻ തുടങ്ങിയപ്പോൾ ഇയാൾ കുതറിമാറുകയും പോലീസിനെ ആക്രമിക്കുകയുമായിരുന്നു. തള്ളിയിട്ട SIയുടെ കാലിൽ ജിജേഷ് കടിക്കുകയും ചെയ്തു. തുടർന്ന് ചാടി എഴുന്നേറ്റ ജിജേഷ് തന്റെ വളർത്തുനായയെ അഴിച്ചുവിട്ട് കടിപ്പിക്കുകയായിരുന്നു. SI സച്ചിന്റെ കാലിൽ കടിച്ച നായ CPO ശ്രീജിത്തിന്റെ നേരെയും പാഞ്ഞെടുത്ത് ആക്രമിച്ചു. സംഭവം അറിഞ്ഞ് കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തുകയും പ്രതിയെ സാഹസികമായി പിടികൂടുകയുമായിരുന്നു. കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിനിടെ പ്രതി അക്രമാസക്തനാവുകയും പോലീസ് ജീപ്പ് അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ജിജേഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് കുണ്ടറ പോലീസ് അറിയിച്ചു. പരിക്കേറ്റ SIയും മറ്റ് പോലീസ് ജീവനക്കാരും പ്രാഥമിക ചികിത്സ തേടി. വൈദ്യപരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. തിരുവനന്തപുരം കാട്ടാക്കട വിളവൂർക്കലിൽ
ദുരൂഹ സാഹചര്യത്തിൽ പാസ്റ്ററെയും സഹായിയായ സ്ത്രീയെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാസ്റ്റർ ദാസയ്യൻ, ഇവിടെ താമസിച്ചിരുന്ന ഉച്ചക്കട സ്വദേശിനിയായ ചെല്ലമ്മ എന്നിവരാണ് മരിച്ചത്. പ്രാർത്ഥനാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി കേസ് നടക്കുന്നതിനിടെയാണ് ഈ മരണം. ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. വിളവൂർക്കലിന് സമീപം പരുത്തൻപാറയിൽ 12 വർഷത്തിലേറെയായി പ്രാർത്ഥനാലയം നടത്തിവരികയായിരുന്നു അന്തിയൂർക്കോണം സ്വദേശിയായ പാസ്റ്റർ ദാസയ്യൻ. സഹായികളായ ചെല്ലമ്മ, ശാന്തമ്മ എന്നിവരും ഇവിടെയാണ് താമസിച്ചിരുന്നത്. 80-കാരനായ ദാസയ്യനെയും 85 വയസ്സുള്ള ചെല്ലമ്മയെയും രാവിലെയാണ് ആശ്രമത്തിന് സമീപത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടത്. ശാന്തമ്മയാണ് ആദ്യം മൃതദേഹം കണ്ടത്. തുടർന്ന് ഫയർഫോഴ്സും പോലീസും എത്തി മൃതദേഹങ്ങൾ പുറത്തെടുത്തു. കാട്ടാക്കട ഡിവൈഎസ്പി റാഫിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് പോലീസ് അന്വേഷണം. വർഷം മുമ്പ് സാം എന്നയാൾ സൗജന്യമായി നൽകിയ ഭൂമിയിലാണ് ദാസയ്യൻ പ്രാർത്ഥനാലയം നടത്തിയിരുന്നത്. ദാസയ്യന്റെ മരണശേഷം ഭൂമി സാമിന്റെ മക്കൾക്ക് തിരികെ കൊടുക്കണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ അടുത്തിടെ ദാസയ്യൻ സ്ഥലം വിൽക്കാൻ ശ്രമിച്ചു. ഇതറിഞ്ഞെത്തിയ സാം 1.5 ലക്ഷം രൂപ നൽകി സ്ഥലം താൻ തന്നെ വാങ്ങിക്കാമെന്നറിയിച്ചു. എന്നാൽ 1.5 ലക്ഷം പോരാ, 4 ലക്ഷം രൂപ കൂടി അധികം വേണമെന്നായിരുന്നു ദാസയ്യന്റെ നിലപാട്. ഇതോടെ സാം കോടതിയെ സമീപിച്ചു. ഇതിന്മേലുള്ള തർക്കവും ഒത്തുതീർപ്പ് ചർച്ചകളും നടക്കുന്നതിനിടെയാണ് മരണം. ഞാൻ 3 മണിക്ക് കഴിച്ചു. കഴിച്ചപ്പം പാഷൻ അതിലുണ്ടായിരുന്നു. 3 മണിക്ക് ഞാൻ പ്രാർത്ഥനയ്ക്കാണ് കഴിച്ചത്. കഴിച്ചപ്പോൾ അതിലുണ്ടായിരുന്നു. 5 ആയില്ല. അതിന് മുമ്പേ പിന്നെ ഞാൻ വീണ്ടും കഴിച്ചു. ഞാൻ വെളിയിൽ പോകാൻ കഴിച്ചു. കഴിച്ചപ്പോഴത്തേക്ക് അവർ പാഷനെ നോക്കിയപ്പോൾ പാഷനെ കണ്ടില്ല. ഇവരുടെ കൂടെ കിടക്കാൻ പാവിരിച്ചിരുന്ന പായും എല്ലാം അവിടെ കിടക്കുന്നു. അവരെയും കണ്ടില്ല. ഞാൻ പാഷിൻ്റെ മുറിയിലൊന്ന് നോക്കി. 3 ബാത്റൂമുണ്ട്. 3 ബാത്റൂമിൽ നോക്കി. പിന്നെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് അവരെ കണ്ടില്ല. തൊട്ടി ടെൻറ്റിലിട്ടപ്പോഴത്തേക്ക് വെള്ള ഡ്രസ്സ് കണ്ടു. ഞാനാണ് ആ തൊട്ടിയും കയറിച്ചു. രാത്രിയിൽ ശാന്തമ്മ ആശ്രമത്തിലുണ്ടായിരുന്നെങ്കിലും ഒന്നും അറിഞ്ഞില്ലെന്നാണ് മൊഴി. മുങ്ങിമരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് ഇരട്ടമരണമെന്നതിനാൽ കൂടുതൽ വിശദമായി അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കോഴിക്കോട് പന്തീരാങ്കാവിൽ പട്ടാപ്പകൽ സ്വകാര്യ ബാങ്ക് ജീവനക്കാരനെ കബളിപ്പിച്ച് 40 ലക്ഷം രൂപ കവർന്ന കേസ് ഏറെ വാർത്താ ശ്രദ്ധ നേടിയിരുന്നു. ഈ കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു. പന്തീരാങ്കാവ് സ്വദേശി ഷിബിൻ ലാലാണ് പിടിയിലായത്. പ്രതിയിൽ നിന്ന് 1/2 ലക്ഷം രൂപ മാത്രമേ പോലീസിന് ഇപ്പോൾ കണ്ടെടുക്കാനായിട്ടുള്ളൂ. ബാഗിൽ 1 ലക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് ഷിബിൻ ലാൽ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. എന്നാൽ പോലീസ് ഇത് വിശ്വാസത്തിലെടുക്കുന്നതേയില്ല. സംഭവത്തിന് പിന്നിലെ ആസൂത്രണത്തെക്കുറിച്ച് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ബാങ്ക് ജീവനക്കാരെയും വീണ്ടും ചോദ്യം ചെയ്തേക്കും. വെള്ളിയാഴ്ച ഉച്ചയോടെ പാലക്കാട്ട് നിന്നാണ് ഷിബിൻലാൽ പിടിയിലായത്. കവർച്ചയ്ക്ക് പിന്നാലെ സ്കൂട്ടർ ഉപേക്ഷിച്ച് ബസ്സിൽ തൃശൂരിലേക്ക് പോയ ഇയാൾ പിന്നീട് പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു. പാലക്കാട്ടെ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി. ഇയാളുടെയും ബന്ധുക്കളുടെയും ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്. പ്രതിയുടെ പക്കൽ നിന്നും 55,000 രൂപയും പോലീസ് കണ്ടെടുത്തു. ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെടുത്ത ബാഗ് ഇസാഫ് ബാങ്കിൽ നിന്നും പണവുമായി ജീവനക്കാർ കൊണ്ടുപോയ ബാഗ് അല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാങ്ക് ജീവനക്കാരൻ എത്തിച്ച ബാഗിൽ 1 ലക്ഷം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പ്രതി ചോദ്യം ചെയ്യലിൽ ആവർത്തിക്കുന്നത്. എന്നാൽ പോലീസ് ഇത് വിശ്വസിച്ചിട്ടില്ല.
ഫാറൂഖ് ASP ഓഫീസിൽ വിശദമായി ചോദ്യം ചെയ്ത ശേഷം കവർച്ചപ്പണം കണ്ടെടുക്കാനായി പ്രതിയെ പാലക്കാട്ടേക്ക് കൊണ്ടുപോയിരുന്നു. സംഭവത്തിൽ ബാങ്ക് ജീവനക്കാരടക്കം മറ്റാർക്കെങ്കിലും പങ്കുണ്ടോയെന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. പ്രതി സഞ്ചരിച്ച സ്കൂട്ടർ വ്യാഴാഴ്ച പന്തീരങ്കാവിൽ നിന്നും കണ്ടെടുത്തിരുന്നു. സ്വകാര്യ ബാങ്കിൽ പണയം വെച്ച സ്വർണം ഇസാഫ് ബാങ്കിലേക്ക് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഷിബിൽ ലാൽ ബാങ്കിലെത്തിയത്. പണയമെടുക്കാനുള്ള 40 ലക്ഷം രൂപയുമായി എത്തിയ ബാങ്ക് ജീവനക്കാരൻ അരവിന്ദന്റെ കയ്യിൽ നിന്ന് പണമടങ്ങുന്ന ബാഗ് കവർന്ന ശേഷം പ്രതി സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു. സമാന ആവശ്യവുമായി നേരത്തെ മറ്റു 3 ധനകാര്യ സ്ഥാപനങ്ങളെ ഷിബിൽ ലാൽ സമീപിച്ചെങ്കിലും ഇയാൾ പറഞ്ഞ ധനകാര്യ സ്ഥാപനത്തിൽ പണയ ഉരുപ്പടികൾ ഇല്ലെന്ന് കണ്ടതോടെ പ്രതിയുമായുള്ള ഇടപാടിൽ നിന്ന് സ്ഥാപനങ്ങൾ പിന്മാറി. പ്രതിയുമായി വിശദമായ തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെയും കുടുംബത്തെയും ബന്ധപ്പെടുത്തിയുള്ള വാർത്തകളാണ്. ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ കൃഷ്ണകുമാറിന്റെയും മകൾ ദിയയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 18 മാറ്റി. തട്ടിക്കൊണ്ടുപോയി, ഭീഷണിപ്പെടുത്തി, പണം തട്ടിയെടുത്തു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ നൽകിയ പരാതിയിന്മേൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കേസിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ മ്യൂസിയം പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു. കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ നടത്തുന്ന ബുട്ടീക്കിലെ വിനീത, ദിവ്യ, രാധാകുമാരി എന്നീ ജീവനക്കാരികൾ പണം തട്ടിയെന്ന് കാട്ടി കൃഷ്ണകുമാർ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് കൃഷ്ണകുമാറിനും ദിയ കൃഷ്ണകുമാറിനുമെതിരായി ഇവർ പരാതി നൽകിയത്. തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നും പണം കവർന്നെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചെന്നുമാണ് ഇവർക്കെതിരായ പരാതി. സംഭവത്തിൽ നടൻ കൃഷ്ണകുമാറും ദിയ കൃഷ്ണയും നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ മാസം 18 മാറ്റിയത്. കേസിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ മ്യൂസിയം പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു. ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ജീവനക്കാരികളെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റുന്നതായി ദൃശ്യങ്ങളിലില്ല. ഒരു ജീവനക്കാരി സ്വന്തം സ്കൂട്ടറിലാണ് കാറിന് പിന്നാലെ പോകുന്നത്. സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന 3 ജീവനക്കാർ കഴിഞ്ഞ 10 മാസമായി 69 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് ദിയ കൃഷ്ണകുമാറിന്റെ പരാതി. ജീവനക്കാരികളുടെ അക്കൗണ്ടുകളിലേക്ക് പണമെത്തിയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. അഹമ്മദാബാദ് വിമാനാപകടം രാജ്യമാകെ വിറങ്ങലിച്ചാണ് ആ വാർത്ത കേട്ടത്. പക്ഷെ ഇതൊന്നും ബാധകമാകാത്ത ചില മനുഷ്യരുണ്ട്. അവരെ മനുഷ്യരെന്ന് വിളിക്കാമോ എന്നറിയില്ല. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട ഡെപ്യൂട്ടി തഹസിൽദാർ ഇക്കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ്. ഇയാൾ ഡെപ്യൂട്ടി തഹസിൽദാരായ A. പവിത്രൻ അറസ്റ്റിലായിരിക്കുന്നു. സമൂഹത്തിൽ ജാതീയമായി സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമം നടത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുറ്റം ചുമത്തിയാണ് ഹോസ്ദുർഗ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായപ്പോൾ പ്രതി മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് വൈദ്യപരിശോധനയിൽ വ്യക്തമായി. ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതിനു പിന്നാലെ റവന്യൂ മന്ത്രി തന്നെ നേരിട്ടിടപെട്ട് ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ പവിത്രനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അധിക്ഷേപ പരാമർശത്തെ തുടർന്ന് നേരത്തെയും ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിരന്തരം തലവേദന ഉണ്ടാക്കുന്ന ഇയാൾ അധികം വൈകാതെ സർവീസിന് പുറത്തേക്ക് പോകാനാണ് സാധ്യത. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെയായിരുന്നു ഡെപ്യൂട്ടി തഹസിൽദാരുടെ അശ്ലീല പരാമർശം.
വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാരായ പവിത്രനാണ് രഞ്ജിതയെയും കുടുംബത്തെയും അപമാനിച്ചത്. ജാതീയ അധിക്ഷേപത്തിന് പുറമെ തൊഴിലിനെയും സ്ത്രീത്വത്തെയും അപമാനിക്കുന്ന രീതിയിലായിരുന്നു പരാമർശം. സംഭവം വിവാദമായതോടെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരം പവിത്രനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇത്തരം പ്രവണതകൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. കേന്ദ്രമായി സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് മേടിച്ച് ആ ഫയലിൽ തന്നെ ഏറ്റവും വേഗത്തിൽ സസ്പെൻഡ് ചെയ്യാൻ നടപടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉത്തരവ് ഇറങ്ങി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം പ്രവണതകളൊന്നും ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. സാധാരണ നിലയിൽ ഒരു സർക്കാർ ജീവനക്കാരൻ മാത്രമല്ല, മനുഷ്യത്വമുള്ള ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണ്. ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കില്ല. ശക്തമായിട്ടുള്ള നടപടിയെടുക്കും. ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ തുടർന്ന് തീരുമാനിക്കും. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തി. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, പക്ഷേ അത് മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു കാര്യമല്ലേ. എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരാൾക്ക് എഴുതാനായിട്ട് കഴിയുക? അത് ഞാൻ കണ്ടില്ല. NS യൂണിയൻ പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരിയുടെ പരാതിയിലാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ 153A വകുപ്പ് പ്രകാരം സമൂഹത്തിൽ ജാതീയമായ സ്പർദ്ധയുണ്ടാക്കി കലാപമുണ്ടാക്കൽ, സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പ് ചുമത്തിയാണ് കേസ്. നമ്മുടെയൊക്കെ മക്കൾ, എൻ്റെ മകളുണ്ട്, വിദേശത്താണുള്ളത്. അപ്പോൾ അവർ പഠിക്കാൻ പോയാലും ജോലിക്ക് വേണ്ടി പോയി കഴിഞ്ഞാലും അവർ മറ്റൊരു അർത്ഥത്തിലേക്ക് അവരെ ഇങ്ങനെ സമൂഹത്തിൻ്റെ മുൻപാകെ ചെളിവാരി തേക്കുന്നത് തീരെ ഒരു നല്ലൊരു പ്രവണതയല്ല. അത് എല്ലാവരെയും ആക്ഷേപിക്കുന്നതിനും അപമാനിക്കുന്നതിനും തുല്യമാണ്. അത് ഇത്തരത്തിലുള്ള ഉണ്ടായിരുന്നു, മുൻപും പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പരിശോധിച്ചു നോക്കി. ഇദ്ദേഹം റവന്യൂ മന്ത്രി ചന്ദ്രശേഖരനെതിരെ ചന്ദ്രശേഖരൻ നായർ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച്, അത് മാത്രമല്ല ജോയിന്റ് കൗൺസിലുള്ള നേതാക്കന്മാർ നക്കി നായരാണ് എന്നൊക്കെ വളരെ മോശമായ ഭാഷയിൽ അദ്ദേഹം പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ ഒരു സംവിധാനമാണ്. ഡ്യൂട്ടി സമയത്ത് വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലെത്തിയാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പോൾ ഇയാൾ മദ്യപിച്ചിട്ടുള്ളതായി വ്യക്തമായെന്ന് പോലീസ് പറഞ്ഞു. സംഭവം വിവാദമായതിന് പിന്നാലെ തനിക്ക് തെറ്റുപറ്റിയെന്നും പോസ്റ്റ് പിൻവലിക്കുന്നതായും ചൂണ്ടിക്കാട്ടി പവിത്രൻ രംഗത്ത് വന്നിരുന്നു. 2024 സെപ്റ്റംബറിൽ കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരനെ ഫേസ്ബുക്കിൽ ജാതീയമായി അധിക്ഷേപിച്ചതിനും ഇയാൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ പവിത്രൻ അധിക്ഷേപ പരാമർശം നടത്തിയതായി പരാതിയുണ്ട്. അതേസമയം പവിത്രൻ ജോലിയിൽ തുടരാൻ അർഹനല്ലെന്നും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ജില്ലാ കളക്ടർ സർക്കാരിനോട് ശുപാർശ ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. അഹമ്മദാബാദിലെ വിമാന അപകടം നടന്ന 1.5 ദിവസം പിന്നിടുമ്പോൾ ദുരന്ത കാരണം തേടി പഴുതടച്ച അന്വേഷണത്തിനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ടേക്ക് ഓഫിന് പിന്നാലെ ഉണ്ടായ അപകടത്തിന് പിന്നിൽ അട്ടിമറി സാധ്യതയടക്കം അന്വേഷണ വിഷയമായേക്കും. അന്വേഷണത്തിന് UK സർക്കാരും പൂർണ്ണ പിന്തുണ അറിയിച്ചു. അപകട കാരണം പക്ഷി ഇടിച്ചതാകാമെന്നും അമിതഭാരമാകാമെന്നുമുള്ള സാധ്യതകൾ തള്ളി DGCയുടെ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനരഹിതമാവുക എന്നത് അസംഭവ്യമാണ് ബോയിങ്ങിന്റെ ഡ്രീം ലൈനർ വിമാനത്തെ സംബന്ധിച്ച്. എന്തായാലും വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബ്ലാക്ക് ബോക്സിലെ ഡേറ്റ പരിശോധനയിലൂടെ ആയിരിക്കും വിമാന ദുരന്തത്തിന്റെ ശരിയായ കാരണങ്ങൾ കണ്ടെത്താനാവുക. വിമാന അപകടങ്ങളിൽ 50% സംഭവിക്കുന്നത് ലാൻഡിങ്ങിനിടെയാണ്. 5% അപകടങ്ങൾ മാത്രമാണ് ടേക്ക് ഓഫിനിടെ ഉണ്ടാകുന്നത്. ഇതാവട്ടെ എഞ്ചിൻ തകരാറ്, പക്ഷിയുടെ ആക്രമണം, റൊട്ടേഷൻ സ്പീഡിലുള്ള തകരാറുകൾ എന്നിവ മൂലമാണ്. ഇവയിൽ എന്താണ് അഹമ്മദാബാദിൽ സംഭവിച്ചത്? ഇനിയുള്ള അന്വേഷണം ആ കാരണത്തിലേക്കാണ്. ബ്ലാക്ക് ബോക്സ് വിവരങ്ങൾ ആദ്യ സൂചനകൾ നൽകും. പറന്നിരുന്ന ഉയരം, വേഗത, എഞ്ചിൻ പ്രവർത്തനം എന്നിവയെല്ലാം ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിലുണ്ടാവും. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ പൈലറ്റുമാരുടെ സംഭാഷണ വിവരങ്ങളടക്കവും ഉണ്ടാകും. വിമാന സുരക്ഷയും പറക്കലും സംബന്ധിച്ച് പുതിയ ചർച്ചകൾക്ക് കൂടി വഴി തുറന്നിരിക്കുകയാണ് അഹമ്മദാബാദ് അപകടം.
പൈലറ്റിനുണ്ടായ പിഴവ്, മോശം കാലാവസ്ഥ, എയർ ട്രാഫിക് കൺട്രോളറുമായുള്ള ആശയവിനിമയത്തിലെ പിഴവ്, ഇത്തരം സാധ്യതകൾ അപകടത്തിന് ഇടവച്ചിരിക്കാം. പക്ഷി ഇടിച്ചത് മൂലമുണ്ടായ അപകടമെങ്കിൽ 2 എഞ്ചിനുകളും ഒന്നിച്ച് തകരാറിലാവാൻ സാധ്യതയില്ല. മാത്രമല്ല, പുറത്തുവന്ന അപകട ദൃശ്യങ്ങളിലൊന്നും ഈ സാധ്യതയ്ക്ക് സൂചനകളുമില്ല. മറ്റൊരു സാധ്യത വിമാനത്തിന്റെ ചിറകുകളിലുള്ള ഫ്ലാപ്പുകൾ പ്രവർത്തിപ്പിക്കുന്നതിൽ സംഭവിച്ച പിഴവാണ്. ടേക്ക് ഓഫ് സമയത്ത് ഫ്ലാപ്പുകൾ നേരെയാക്കാൻ വിട്ടുപോയത് അപകടത്തിന് കാരണമായേക്കാം. നോ ത്രസ്റ്റ്, പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ്. ഇതാണ് പൈലറ്റ് അയച്ച സന്ദേശം. വിമാനത്തിന് ഉയരാനുള്ള ഊർജം കിട്ടാതെ പോയത് ഫ്ലാപ്പുകൾ തുറന്നിരുന്നത് കൊണ്ടാവും. മറ്റൊന്ന്, ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്തിൽ നിന്നും അസാധാരണമായ ശബ്ദം കേട്ടുവെന്ന റിപ്പോർട്ടുകളാണ്. റാറ്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റാം എയർ ടർബൈൻ പ്രവർത്തിച്ചതിന്റെ സൂചനയാണിത്. അസാധാരണ സാഹചര്യങ്ങളിൽ വിമാനത്തിന് വൈദ്യുതി നൽകുന്ന സംവിധാനമാണിത്. റാറ്റ് പ്രവർത്തിക്കേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നുവെന്നതാണ് ഇനി കണ്ടെത്തേണ്ടത്. 676 അടി ഉയർന്നതിന് ശേഷവും ലാൻഡിംഗ് ഗിയറുകൾ പിൻവലിക്കാതെ പൈലറ്റ് കരുതൽ നടത്തിയത് ഒരുപക്ഷെ എവിടെയെങ്കിലും അടിയന്തര ലാൻഡിംഗ് വേണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാവാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വലിയ സങ്കടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇന്നലെ ഉച്ച തൊട്ട് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. അതുപോലെ ഒരു സങ്കടകരമായ വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എറണാകുളം നോർത്ത് പാലത്തിനടിയിൽ രോഗിയെ ബന്ധുക്കൾ ഉപേക്ഷിച്ചതായി പരാതി. തൃശൂർ മതിലകം സ്വദേശി ഷംസുദ്ദീനെയാണ് സഹോദരങ്ങൾ കഴിഞ്ഞ ദിവസം പാലത്തിനടിയിൽ ഉപേക്ഷിച്ചത്. പോലീസ് എത്തി ഇയാളെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി. ബന്ധുക്കൾക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. വർഷം വിദേശത്ത് ഡ്രൈവറായിരുന്നു ഷംസുദ്ദീൻ. അപസ്മാരവും തുടർന്നുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോൾ ജോലികളൊന്നും ചെയ്യാൻ കഴിയാതെയായി. ഒരു കാല് തളർന്ന ഷംസുദ്ദീന് നടക്കാനും ബുദ്ധിമുട്ടുകളുണ്ട്. രോഗിയായ തന്നെ ശുശ്രൂഷിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് സഹോദരങ്ങൾ ഉപേക്ഷിച്ചതെന്ന് ഷംസുദ്ദീൻ പറഞ്ഞു. മാനസിക വെല്ലുവിളി നേരിടുന്ന ഭാര്യ കണ്ണൂരിൽ ബന്ധുക്കൾക്കൊപ്പമാണ് താമസം. ബന്ധുക്കൾ തന്നെ ഉപദ്രവിക്കുമായിരുന്നു. മരുന്നും വസ്ത്രങ്ങളും ഉൾപ്പെടെയാണ് ഉപേക്ഷിച്ചത്. ഇടപ്പള്ളിയിലാണ് ആദ്യം തന്നെ കിടത്താനിരുന്നത്. നോർത്തിൽ കളഞ്ഞോളൂ, അവിടെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാകുമെന്ന് താൻ തന്നെ പറയുകയായിരുന്നു. നീ എവിടെയെങ്കിലും കിടന്ന് ചാകുമെന്നാണ് അവർ പറഞ്ഞതെന്നും ഷംസുദ്ദീൻ കണ്ണീരോടെ പറയുന്നു. രോഗിയെ പാലത്തിനടിയിൽ ഉപേക്ഷിച്ചതറിഞ്ഞ് TJ വിനോദ് MLA ഇടപെടുകയും പോലീസ് എത്തി ഷംസുദ്ദീനെ നോർത്ത് സ്റ്റേഷനിൽ എത്തിക്കുകയുമായിരുന്നു. തുടർന്ന് ഷംസുദ്ദീനെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി. ബന്ധുക്കൾക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. ശരിയായില്ലല്ലോ, അപ്പൊ അത്തരം കാര്യത്തിൽ നമ്മൾ പരിശോധിച്ചിട്ട് ഏതായാലും ഒരു നടപടി ഉണ്ടാവാറുണ്ടായിരുന്നു. 1 മാസം മുമ്പ് അങ്ങനെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. എല്ലാ ദിവസവും 2, 3, 4, 5 തവണ ഞാനിവിടെ വരുന്നതല്ലേ, അത് കണ്ടിട്ടില്ല. രോഗിയോട് കൊടും ക്രൂരത കാട്ടിയവർക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊച്ചി. മഴക്കാലമായതോടെ ആളുകൾ പുറത്തിറങ്ങുന്നതൊക്കെ കുറഞ്ഞു. മോഷ്ടാക്കൾ പക്ഷേ ഇറങ്ങി നടക്കുകയാണ്, നാടെങ്ങും വിലസുകയാണ്.
പാലക്കാട് പട്ടാമ്പി മഞ്ഞളുങ്ങലിൽ നിർമ്മാണം നടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷണം. ഇപ്പോൾ ലക്ഷങ്ങളുടെ വയറിംഗ് സാമഗ്രികളാണ് ഈ മോഷ്ടാക്കൾ കവരുന്നത്. സംഭവത്തിൽ പട്ടാമ്പി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പി മഞ്ഞളുങ്ങലിലാണ് നിർമ്മാണം നടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടന്നത്. മഞ്ഞളുങ്ങൽ പുലാക്കൽ അർസാലിന്റെയും ചുങ്കോനാത്ത് സാലിഹിന്റെയും വീടുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം നടന്നു. അർസാലിന്റെ വീട്ടിൽ പെരുന്നാൾ കഴിഞ്ഞ് പണിക്കാർ വന്നപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. നിർമ്മാണ പ്രവർത്തികൾക്കായി മോട്ടോർ ഓണാക്കിയപ്പോൾ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടിലെ വയറുകൾ മോഷ്ടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. തെളിവുകൾ നശിപ്പിക്കാനായി വീടിനുള്ളിൽ മുളകുപൊടിയും വിതറിയിട്ടുണ്ട്. വയറിംഗ് ഒക്കെ ഫുള്ളായിട്ട് ഏകദേശം തീർന്നൊരു മട്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നിലവിൽ ഇവിടെ പണിക്കാരൊന്നും 2 ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് വന്ന് നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെയോ മിഞ്ഞാന്നോ, അതായത് 11-ാം തീയതിയോ 12-ാം തീയതിയോ ഒരു ദിവസത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. കാലത്ത് വന്ന് മോട്ടർ അടിക്കാൻ നോക്കുന്ന സമയത്ത് മോട്ടറിൻ്റെ സ്വിച്ച് ബോർഡെല്ലാം തകർത്ത് വെച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി പരിശോധിക്കുന്ന സമയത്ത് വയറിങ് ചെയ്ത് വെച്ച വയറുകളെല്ലാം വലിച്ച് കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടുണ്ട് അവർ. അത് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടും ചുമരിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തിട്ടും പിന്നെ എൻ്റെ മോട്ടറുണ്ട് അവിടെ, അതായത് കുഴൽക്കിണറിൻ്റെ മോട്ടറിൻ്റെ അത്രയും നീളത്തിൽ വരുന്ന നല്ല കനം കൂടിയ വയറാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ വയറൊക്കെ എടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ് സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. അതായത് വയറൊക്കെ കീറി അതിൻ്റെ പുറത്ത് വരുന്ന കവറിംഗ് എല്ലാം അവിടെ തന്നെ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം അറിയുന്ന ആളുകളാണ്, തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ പരിസരത്തുള്ളവരോ അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അടുത്തിടെയാണ് 2 വീടുകളിലും വയറിംഗ് കഴിഞ്ഞത്. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. 2ഇടത്തും ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. മാത്രമല്ല വീണ്ടും വയറിംഗ് നടത്താൻ ചുമരുകളും സീലിംഗും കുത്തിപ്പൊളിക്കേണ്ട അവസ്ഥയാണ്. മോഷ്ടാക്കളെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. കൊല്ലത്ത് തീരപ്രദേശങ്ങളിൽ കഞ്ചാവ് വിൽപ്പന നടത്തി വന്നിരുന്ന യുവാവിനെ എക്സൈസ് പിടികൂടി. 45-കാരനായ സുനേഷാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 1.25 കിലോ കഞ്ചാവ് ഇയാളിൽ നിന്ന് എക്സൈസ് കണ്ടെടുത്തു. മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്താനായി കൊണ്ടുവന്നതാണ് കഞ്ചാവെന്ന് പ്രതി മൊഴി നൽകി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ശക്തികുളങ്ങര ഹാർബർ, മുളങ്കടകം, തിരുമുല്ലവാരം, അച്ചുകല്ലിമൂട് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു കഞ്ചാവ് വിൽപ്പന. കൊല്ലം ചാത്തിനംകുളം സ്വദേശിയും മത്സ്യത്തൊഴിലാളിയുമായ 45-കാരൻ സുനേഷാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി സ്കൂട്ടറിൽ കടത്തിയ 1.25 കിലോ കഞ്ചാവ് എക്സൈസ് കണ്ടെടുത്തു. ഈ മുളങ്കടകം ഭാഗങ്ങളിൽ പെട്രോളിംഗ് നടത്തി വന്ന സമയത്ത് കിട്ടിയ ഇൻഫർമേഷനാണ് നാസ്ട്രോ ബൈക്കിൽ കുമാർ എന്ന പേരിലറിയപ്പെടുന്ന ഒരാൾ കഞ്ചാവ് കച്ചവടം നടത്തുന്നുള്ളത്. ചെറിയ ചെറിയ പൊതികളിലാക്കി കഞ്ചാവ് ചില്ലറ വിൽപ്പന നടത്തുന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വരികയും ഈ ഇൻഫർമേഷനിൽ പറഞ്ഞ വണ്ടിയും ആളും ഇവിടെ നിൽക്കുന്നത് കണ്ട് പരിശ്രമം നടത്തിയപ്പോഴാണ് അയാളുടെ വണ്ടിക്കുള്ളിൽ നിന്നും ഒരു 250 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തുന്നത്. ഹാർബറിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൊല്ലം എക്സൈസ് റേഞ്ച് ടീം റെയ്ഡ് നടത്തിയത്. കൊല്ലം റേഞ്ച് ഇൻസ്പെക്ടർ പി ശങ്കറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. മത്സ്യബന്ധനത്തിനായി ഉൾക്കടലിൽ ബോട്ടിൽ പോകുന്ന തൊഴിലാളികൾക്കും ഇയാൾ കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ അളവിൽ കഞ്ചാവ് വാങ്ങിക്കൊണ്ടുവന്ന് മൊത്ത വിൽപ്പനയും പ്രതി ചെയ്തു വന്നിരുന്നതായി എക്സൈസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊല്ലം. കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. കോഴിക്കോട് വടകരയിൽ ഹണി ട്രാപ്പ് കേസിൽ 2 പേർ അറസ്റ്റിൽ. യുവാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കി പണവും വാഹനവും കവർന്ന കേസിൽ പിടിയിലായത് പള്ളൂർ പാറാൽ സ്വദേശി തെരേസ നൊവീന റാണി, തലശ്ശേരി ധർമ്മടം സ്വദേശി അജ്നാസ് എന്നിവർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ മേൽപ്പാലത്തിന് മുകളിൽ കയറി യാത്രക്കാരന്റെ ആത്മഹത്യാ ഭീഷണി. ബംഗാൾ സ്വദേശിയായ ക്രിസ്റ്റം ഒറാവോണാണ് ഭീഷണി മുഴക്കിയത്. മണിക്കൂറുകൾക്ക് ശേഷം അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഇയാൾക്കരികിലെത്തി പിടിച്ചിറക്കുകയായിരുന്നു.
പാലക്കാട് ആനക്കരയിൽ ആളില്ലാത്ത വീട്ടിൽ വാതിലിന്റെ പൂട്ട് പൊളിച്ച് മോഷണം നടത്തിയ പ്രതി പിടിയിൽ. പിടിയിലായത് പുന്നയൂർക്കുളം സ്വദേശി ഷജീർ. ഇടുക്കിയിൽ 90 ഗ്രാം ചരസുമായി 2 യുവാക്കൾ പിടിയിൽ. രാജകുമാരി സ്വദേശികളായ ബിബിൻ, അശ്വിൻ എന്നിവരാണ് രാജാക്കാട് പോലീസിന്റെ പിടിയിലായത്. 1 കിലോ 600 ഗ്രാം കഞ്ചാവുമായി 2 യുവാക്കളെ മൂവാറ്റുപുഴ എക്സൈസ് പിടികൂടി. പിടിയിലായത് കല്ലൂർക്കാട് സ്വദേശി രാജീവ്, കാഞ്ഞിരപ്പള്ളി സ്വദേശി പ്രവീൺ എന്നിവർ. മദ്യത്തിന്റെ ഉപയോഗം വർദ്ധിച്ചതോടെ അക്രമങ്ങൾ മാത്രമല്ല കൂടുന്നത്, അപകടങ്ങളും ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. മിക്കപ്പോഴും നിരപരാധികളാണ് ഇതിന് ഇരകളാകുന്നത്. തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചലിൽ മദ്യലഹരിയിൽ ഓടിച്ച കാർ സ്കൂട്ടറിൽ ഇടിച്ച് ബൈക്ക് യാത്രക്കാരിക്ക് പരിക്കേറ്റു. ഒറ്റശേഖരമംഗലം സ്വദേശി രാജിക്കാണ് പരിക്കേറ്റത്. പൂവച്ചൽ അമ്പലം ജംഗ്ഷന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. രാജിയെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ ഓടിച്ച ആൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ഇത്തരക്കാർക്കൊക്കെ എതിരെ ശക്തമായ നടപടി തന്നെ ഉണ്ടാവണം. ഇന്നത്തെ പോലീസ് പെട്രോൾ ഇതോടെ പൂർത്തിയാവുകയാണ്. നമസ്കാരം.